Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 11 ശനിയാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ 2026 ഫോർമുല 1 റേസ് കലണ്ടറിലേക്ക് ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സിനെ തിരികെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നു. ഒക്ടോബർ 3-4 തീയതികളിൽ റേസ് നടത്താനാണ് പ്രധാന പരിഗണനയെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഈ സീസണിൽ റദ്ദാക്കിയ റേസുകൾ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ബഹ്റൈൻ്റെ തിരിച്ചുവരവ് സാധ്യമാണെന്നും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മന്ത്രി നൂർ ബിൻത് അലി അൽ ഖലീഫ വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രാദേശിക രാഷ്ട്രീയ സംഘർഷങ്ങൾ അയയുന്നത് അനുസരിച്ചായിരിക്കും റേസ് നടത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. റദ്ദാക്കിയ മിഡിൽ ഈസ്റ്റ് റേസുകളിൽ ഒന്നെങ്കിലും പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഫോർമുല 1 CEO സ്റ്റെഫാനോ ഡൊമിനിക്കാലി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ലോജിസ്റ്റിക്സ് ആവശ്യങ്ങൾ മുൻനിർത്തി വരാനിരിക്കുന്ന ഓഗസ്റ്റിലെ വേനൽക്കാല അവധിക്ക് മുൻപായി ഇത് സംബന്ധിച്ച അന്തിമ പ്രഖ്യാപനമുണ്ടാകും. ബഹ്റൈനിലെ സ്വകാര്യ ഫാർമസി മേഖലയിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് വളർച്ച. നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അഥവാ NHRA പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്തെ സ്വകാര്യ ഫാർമസികളുടെ എണ്ണം 456 ഉയർന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇരട്ടിയിലധികം വർധനവാണ് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2015 വെറും 195 ഫാർമസികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നാണ് 134% വളർച്ചയോടെ രാജ്യം ഈ നേട്ടം കൈവരിച്ചത്. 2023 415 ഫാർമസികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ഒരൊറ്റ വർഷം കൊണ്ട് 10% വളർച്ചയോടെ 41 പുതിയ ഫാർമസികളാണ് പുതുതായി പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തെ ആരോഗ്യ പരിപാലന രംഗത്ത് സ്വകാര്യ മേഖലയ്ക്കുള്ള വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തമാണ് ഈ കണക്കുകൾ അടിവരയിടുന്നത്. ബഹ്റൈനിലെ ആയിരക്കണക്കിന് പ്രവാസി ഗാർഹിക തൊഴിലാളികളെ ബാധിക്കുന്ന 2 നിർണായക നിർദ്ദേശങ്ങൾ പാർലമെന്റിന്റെ പരിഗണനയിൽ. തൊഴിലുടമകളായ ബഹ്റൈനി കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സേവനാനന്തര ആനുകൂല്യങ്ങൾ അഥവാ ഗ്രാറ്റുവിറ്റി നിർത്തലാക്കാനുള്ള പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. നിലവിലുള്ള സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഈ ആനുകൂല്യം പൂർണ്ണമായും നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് MP മറിയം അൽ സായിഗാണ് ആദ്യ നിർദ്ദേശം സമർപ്പിച്ചത്. വിസയ്ക്കും റിക്രൂട്ട്മെന്റിനുമായി വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഗ്രാറ്റുവിറ്റി കൂടി നൽകുന്നത് സ്വദേശി കുടുംബങ്ങൾക്ക് വലിയ ബാധ്യതയാകുന്നു എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം വിദേശ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് നൽകാനുള്ള ബാധ്യത തൊഴിലുടമകളിൽ നിന്ന് മാറ്റി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് MP മുഹമ്മദ് അൽ മറാഫി സമർപ്പിച്ച രണ്ടാമത്തെ നിർദ്ദേശം. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ കെട്ടിടത്തിന് നാശനഷ്ടം സംഭവിച്ചതിനെ തുടർന്ന് 3 മാസത്തേക്ക് പ്രവർത്തനം പൂർണ്ണമായി നിർത്തേണ്ടി വന്ന ബഹ്റൈൻ കമ്പനിക്ക് 25,000 ദീനാറിലധികം വാടക ഇളവ് ലഭിച്ചു.
കെട്ടിട ഉടമയുമായി കോടതിക്ക് പുറത്ത് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകളെ തുടർന്നാണ് ഈ അനുകൂല തീരുമാനമുണ്ടായത്. കെട്ടിടത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ, വസ്തു ഉപയോഗിക്കാൻ കഴിയാതെ വന്ന സാഹചര്യം, അടച്ചിടൽ കാലയളവിൽ കമ്പനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം എന്നിവ വിലയിരുത്തിയാണ് 3 മാസത്തെ വാടക പൂർണ്ണമായും ഒഴിവാക്കാൻ കെട്ടിട ഉടമ സമ്മതിച്ചത്. നീണ്ട കോടതി നടപടികളും വൻ നിയമച്ചെലവുകളും ഒഴിവാക്കാനും അതോടൊപ്പം ഇരു പാർട്ടികളും തമ്മിലുള്ള ബിസിനസ് ബന്ധം ഉലയാതെ സൂക്ഷിക്കാനും ഇത്തരം ഒത്തുതീർപ്പുകൾ സഹായിക്കുമെന്ന് കേസ് കൈകാര്യം ചെയ്ത പ്രമുഖ അഭിഭാഷക റബാബ് മഹ്ദി വ്യക്തമാക്കി. ബഹ്റിൻ സെന്റ് പോൾസ് മാർത്തോമ ഇടവകയുടെ 20ാം ജൂബിലി വാർഷികാഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനം ചെയ്തു. ഇടവക വികാരി റവറൻ അനീഷ് സാമുവൽ ജോണും ഇടവക വൈസ് പ്രസിഡന്റ് സുദിൻ ഇബ്രഹാമും ചേർന്നാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ലോഗോ ഡിസൈൻ മത്സരത്തിൽ നിന്നാണ് ഔദ്യോഗിക ലോഗോ തിരഞ്ഞെടുത്തത്. ബുദയ്യ ഏരിയയിൽ നിന്നുള്ള ഇടവകാംഗം ബിജു ജോർജാണ് ഈ ലോഗോ രൂപകൽപ്പന ചെയ്തത്. മത്സരത്തിൽ ആവേശപൂർവ്വം പങ്കെടുക്കുകയും തങ്ങളുടെ സർഗാത്മകമായ ഡിസൈനുകൾ സമർപ്പിക്കുകയും ചെയ്ത മറ്റ് എല്ലാ കലാകാരന്മാർക്കും ഇടവക ഭരണസമിതി നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചു. ബഹ്റിൻ KMCC ഒലീവ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും സാഹിത്യ സദസ്സും സംഘടിപ്പിച്ചു. ബഷീറിന്റെ 32ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മനാമ KMCC ഓഡിറ്റോറിയത്തിൽ സുൽത്താന്റെ മുറ്റത്ത് എന്ന പേരുമായാണ് പരിപാടി ഒരുക്കിയത്. ചടങ്ങിൽ ബഷീറിയൻ കൃതികളെയും കഥാപാത്രങ്ങളെയും കുറിച്ചുള്ള വായനാനുഭവങ്ങൾ പങ്കുവച്ചു. മാനവികതയും പ്രകൃതി സ്നേഹവും നിറഞ്ഞ ബഷീർ രചനകൾ പുതുതലമുറയ്ക്ക് എന്നും വഴികാട്ടിയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത വേൾഡ് KMCC സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ പറഞ്ഞു. ഒലീവ് സാംസ്കാരിക വേദി ചെയർമാൻ റഫീഖ് തോട്ടക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ KMCC നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.